ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ബഹുമാനികളെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, രാവിലെയും വൈകുന്നേരവും ദിക്ർ ചൊല്ലുന്നവരായി മാറണം. അല്പം ദിക്ർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച ദിക്റുകൾ ഉണ്ട്, വൈകുന്നേരം ചെല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച ദിക്റുകൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചൊല്ലി പതിവാക്കിയ ദിക്റുകൾ ഉണ്ട്. ആ ദിക്റുകൾ നമ്മൾ ചെല്ലുന്നവരാകണം എന്ന് പറഞ്ഞിരുന്നു. അതിന് ധാരാളം ഏടുകൾ ലഭിക്കും. ആ പുസ്തകങ്ങൾ വാങ്ങി നാം അത് പതിവാക്കണം. ഏതായിരിക്കട്ടെ, അതിന്റെ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. അള്ളാഹുവിന് ദിക്റ് ചെല്ലാനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഒഴിവ് സമയമാണ് രാവിലെ വൈകുന്നേരവും. അപ്പോൾ അല്പം ദിക്റ് ചൊല്ലുന്നവരായി പതിവാക്കുക. കഴിഞ്ഞ കാലത്ത് ജീവിച്ച മഹത്തുക്കളൊക്കെ ഈ ദിക്റുകൾ ഈ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശിച്ച മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രത്യേകം അധ്യായങ്ങളായി കൊണ്ടുവന്ന ദിക്റുകൾ മുൻഗാമികളൊക്കെ പതിവാക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നാമും അത് പതിവാക്കേണ്ടതുണ്ട്. ആ ദിക്റുകളിൽ ചിലത് നമുക്ക് ഇനിയും ചർച്ച ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരവും ചൊല്ലണം. അതിന്റെ രീതി പറഞ്ഞു. അത് ചൊല്ലിയാൽ സ്വർഗത്തിൽ കടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദി റഹ്മഹുമുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഞാൻ ചില ദിക്റുകൾ പറയുകയാണ്. അത് നിങ്ങൾ പതിവാക്കണം. കാണാതെ പഠിക്കാൻ കഴിയുന്നവർ കാണാതെ പഠിക്കണം. അത് പതിവാക്കി ഇനി ഒരു ഏടിൽ നോക്കിക്കൊണ്ട് അങ്ങനെ രാവിലെയും വൈകുന്നേരവും ചെല്ലൽ പതിവാക്കുകയാണെങ്കിൽ വലിയ പുണ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വിർദുൽ ലത്തീഫ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാ അൽ ഹദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി ക്രോഡീകരിച്ച വിർദുൽ ലത്തീഫ്, അതിൽ ഈ ദിക്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. മുത്തുനബി രാവിലെ വൈകുന്നേരം ചെല്ലാൻ നിർദ്ദേശിച്ച പ്രത്യേക ദിക്റുകളാണ് അതിലുള്ളത്. ഇനി നിങ്ങൾക്കതൊക്കെ ഇന്ന് ഓൺലൈനിലൊക്കെ ലഭിക്കും. അത് നിങ്ങൾ ചൊല്ലണം, പതിവാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ രാവിലെ അല്പം ദിക്റ് ചൊല്ലുന്നവരാവണം, വൈകുന്നേരം അല്പം ദിക്റ് ചൊല്ലുന്നവരാവണം. അല്പം ദിക്റ് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശമുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ്റി സഹാബികൾ പറയുകയാണ്, ഇദാ അസ്ബഹ, മുത്തുനബി രാവിലെ ആയാല് അവിടുന്ന് പറയും, അല്ലാഹുമ്മ ബിക അസ്ബഹനാ വബിക അംസൈനാ ബിക നഹ്യാ ബിക നമൂതു വഇലൈകൻ നുശൂർ. അങ്ങനെ പറയും രാവിലെ ആയാൽ. അർത്ഥം എന്താണ്? അല്ലാഹുവേ, നിന്നെക്കൊണ്ട് ഞങ്ങൾ പ്രഭാതമായി, ഞങ്ങൾ നിന്നെക്കൊണ്ട് വൈകുന്നേരമായി, ഞങ്ങൾ നിന്നെക്കൊണ്ട് ജീവിക്കുന്നു, നിന്നെക്കൊണ്ട് ഞങ്ങൾ മരിക്കുന്നു, നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുന്നു. വൈകുന്നേരവും പ്രകാരം ചൊല്ലും, അല്ലാഹു ബിക അംസൈനാ ബിക അസ്ബഹനാ ബിക നഹ്യാ ബിക നമൂതു വഇലൈകൽ മസീർ എന്നിങ്ങനെ ചൊല്ലാറുണ്ടായിരുന്നു. ഇനി മറ്റൊരു ദിക്ർ, ഇബ്നു സിന്നി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ രാവിലെയും വൈകുന്നേരം ഈ ദിക്ർ തങ്ങൾ ചൊല്ലാറുണ്ട്. നമ്മൾ മുത്തബിഉസ്സുന്നയാവണം, നബി തങ്ങളെ പിൻപറ്റണം. നമ്മള് നബി തങ്ങളെ പിൻപറ്റണം എന്ന് പറയും. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് നമുക്ക് മഹബത്ത് വേണല്ലോ. അൽ മുഅ്മിനൂന അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവർ അള്ളാഹുവിനോടാണ് ഏറ്റവും മഹബത്ത് ഉണ്ടാവേണ്ടത്. അള്ളാഹുവിനോട് മഹബത്ത് ഉണ്ടാവണമെങ്കിൽ മുത്തുനബിയെ പിൻപറ്റണം. മുത്തുനബി ഈ ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലും നമുക്ക് മുത്തുനബിയെ പിൻപറ്റണം. അതുകൊണ്ടാണ് മഹാന്മാർ ഈ ദിക്റിന്റെ അധ്യായത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നത്. പ്രത്യേകമായി ഇത് ചൊല്ലണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി മറ്റൊരു റിപ്പോർട്ട്, മറ്റൊരു ഹദീസ്, മറ്റൊരു ദിക്ർ നമുക്ക് പഠിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ പൊന്നുമോളോട് പറയുന്നൊരു സംഭവം, മോളെ, ഞാൻ നിങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യുകയാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേൾക്കുന്ന തൊട്ട് നിങ്ങൾക്ക് എന്താണ് തടസ്സം, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ നേരം വെളുത്താൽ തഖൂലി ഇദാ അസ്ബഹ്തി, ഫാത്തിമ ബീവിയോട് പറയാണ്, നിങ്ങൾ നേരം വെളുത്താൽ ഇങ്ങനെ പറയണം. വഇദാ അംസൈതി, വൈകുന്നേരവും ഇങ്ങനെ പറയണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ഫഅസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴൊക്കെ ചെല്ലാൻ പറ്റുന്ന ദിക്ർ കൂടിയാണിത്. രാവിലെ വൈകുന്നേരവും പ്രത്യേകം ചെല്ലണമെന്ന് ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുമാണ്. നമുക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത് ആവർത്തിച്ച് ചൊല്ലിയാൽ അള്ളാഹു ആ ബുദ്ധിമുട്ടുകൾ നീക്കി തരുന്നതാണ്. ഇതിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്,
ഹയ്യും ഖയ്യൂമായ അല്ലാഹ്, ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹ്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ സഹായം തേടുന്നു. ഫാസ്ലിഹ് ലി ശഅനി കുല്ലഹ്, എന്റെ എല്ലാ കാര്യങ്ങളും നീ ശരിപ്പെടുത്തി തരണേ. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്ന അത്ര പോലും എന്റെ ശരീരത്തിലേക്ക്, എന്റെ നഫ്സിലേക്ക് എന്റെ ഒരു കാര്യവും നീ ഏൽപ്പിക്കണ്ട. നീ തന്നെ എല്ലാം നടത്തി തരണേ, എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരണേ. ഏറ്റവും നല്ല ദിക്റല്ലേ ഇത്. ആവർത്തിച്ചു ചെല്ലുന്നത് നല്ലതാണ്, നമ്മൾ പ്രയാസഘട്ടങ്ങളിൽ ചെല്ലുന്നതും നല്ലതാണ്. ഇനി അടുത്ത ദിക്റിലേക്ക് കടക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ അസ്ബഹ അഹദുക്കും ഫൽയഖുൽ, നിങ്ങളിൽ ആര് രാവിലെ പ്രഭാതമായാലും ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. എന്താണ് പറയേണ്ടത്? അസ്ബഹ്നാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി ഫതഹഹു നസ്റഹു നൂറഹു വ ബറകതഹു വ ഹുദാഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീഹി വ ശർരി മാ ഖബലഹു വ ശർരി മാ ബഅദഹു. എന്താണ് അർത്ഥം? അല്ലാഹുവേ, ഞങ്ങൾ പ്രഭാതമായി അധികാരം മുഴുവനും ലോകരക്ഷിതാവായ അല്ലാഹുവിനായി, അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗം, ഈ ദിവസത്തിന്റെ മുഴുവൻ നന്മയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ഫത്ഹഹു വ നസ്റഹു, അതിലെ വിജയവും സഹായവും, വ നൂറഹു വ ബറകതഹു, അതിലെ പ്രകാശവും ബറക്കത്തും ചോദിക്കുന്നു. ഈ ദിവസത്തിലെ സർവ്വ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ. രാവിലെ തന്നെ ചെല്ലുകയാണ്. വ ഹുദാഹ്, ഈ ദിവസത്തിലെ സന്മാർഗം ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ശർരി മാ ഫീഹി വ ശർരി മാ ഖബലഹു വ ശർരി മാ ബഅദഹു, ഈ ദിവസത്തിലെ സർവ്വ ഷർറിനെ തൊട്ടും, ഈ ദിവസത്തിന് മുമ്പുള്ള ഷർറിനെ തൊട്ടും, ഈ ദിവസത്തിന്റെ ശേഷമുള്ള ഷർറിനെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. എന്തൊരു ദിക്റാ! ഈ ദിക്ർ ചൊല്ലിയാൽ നമുക്ക് എല്ലാ കാവലും ലഭിക്കും എന്ന് മനസ്സിലാക്കാം. വൈകുന്നേരവും ഇതേപോലെ ചൊല്ലേണ്ടതാണ് എന്ന് നബി ഫൽയഖുൽ മിസ്ല ദാലിക്, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇങ്ങനെ ധാരാളം ദിക്റുകൾ ഉണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അൻസ്വാരികൾപ്പെട്ട ഒരു മനുഷ്യൻ, ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു ഈ ദിക്റുകളൊക്കെ ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ.